So hi guys, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 15000 രൂപയ്ക്ക് താഴെ വരുന്ന ബെസ്റ്റ് ബഡ്ജറ്റ് ഫോൺ എന്ന് വിശേഷിക്കാവുന്ന Realme P1 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയാണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന Realme P1 5G എന്നീ ഫോണിൻ്റെ ഡിസൈൻ സെഗ്മെൻറ്റിലേക്കാണ്. നമ്മൾ ഡിസൈനിലേക്ക് നോക്കുമ്പോൾ Realme P1 5G നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല. ഇതിൽ നമുക്ക് സ്ലീക്ക് ആയിട്ടുള്ള ഫെദർ ടെക്സ്ചർ അത് ബാക്ക് ഡിസൈനാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ നിങ്ങൾക്കൊരു യൂണീക്ക് ലുക്ക് ഇത് നൽകുന്നുണ്ട്. അതുപോലെ ഫിനിക്സ് റെഡ്, പീകോക്ക് ഗ്രീൻ എന്നീ നിറങ്ങളിൽ നിങ്ങൾക്ക് ഈ ഫോൺ ലഭിക്കുന്നതാണ്. കൂടാതെ 180 RAM ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഹോൾഡ് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ Realme P1 5Gയിലുള്ളത് 6.61 ഇഞ്ചിൻ്റെ AMOLED പാനൽ വിത്ത് 120 Hz റിഫ്രഷ് റേറ്റ് ഈ ഫോൺ നൽകിയിട്ടുണ്ട്. അപ്പം 2000 നിറ്റ്സ് പരമായ ബ്രൈറ്റ്നസ്റ്റോടെ ഈ സ്ക്രീൻ നിങ്ങൾക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ വൈബ്രൻ്റ് ആയിട്ടുള്ള സ്ക്രീൻ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല ഡിസ്പ്ലേ ആണ് AMOLED ഡിസ്പ്ലേ. ഈ പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഈ ഫോൺ നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് സെഗ്മെൻറ്റിലേക്ക് നോക്കുമ്പോൾ Realme P1 5G നൽകിയിരിക്കുന്ന MediaTek Dimensity 7050 ചിപ്സെറ്റ് ഇതിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ UFS 3.1 സ്റ്റോറേജും LPDDR4X റാമും അപ്പോൾ ഈ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗെയിമിങ്ങിനും അതുപോലെ മൾട്ടി ടാസ്കിങ്ങും വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഈ ഫോൺ റൺ ചെയ്യുകയും സ്മൂത്ത് പെർഫോമൻസ് ഇത് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇനി മെമ്മറിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ Realme P1 5Gയിലുള്ള 8GB RAM 128GB സ്റ്റോറേജ് വേരിയൻറ്റിലും 8GB RAM 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വേരിയൻസിലാണ് ഈ ഫോൺ വരുന്നത്. അതുപോലെ മൾട്ടി ടാസ്കിങ്ങിനും അതുപോലെ ആപ്പ് സ്വിച്ചിങ്ങിനൊക്കെ ഈ ഫോൺ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി ഗെയിമിങ്ങിൻ്റെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഗെയിമിങ് മൊത്തത്തിൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് എക്സ്പീരിയൻസ് ആണ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നൽകുന്നത്. ഇനി ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയിലേക്ക് നോക്കുമ്പോൾ 50 MP പ്രൈമറി ക്യാമറയും അതുപോലെ 2 MP ഡെപ്ത് സെൻസർ നൽകിയിട്ടുണ്ട്. അപ്പോൾ വൈഡ് ആംഗിൾ ഇതിൽ വരുന്നില്ല. അപ്പോൾ 10000 രൂപയ്ക്കായിരുന്നു വരുമ്പോൾ ഒരു വൈഡ് ആംഗിൾ റേഞ്ചുകൾ ഉൾപ്പെടുത്തിയെങ്കിൽ നന്നായെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ 16 MP സെൽഫി ക്യാമറ ഇത് നൽകിയിട്ടുണ്ട്. ഇനി ബാറ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ 5000 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് 45 വാട്ടിൻ്റെ സൂപ്പർ റോക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ 45 ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നല്ല കാര്യമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ USB Type-C പോർട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് 3.5 mm ഓഡിയോ ജാക്ക് ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഇനി ഫിംഗർ പ്രിൻറ്റ് സെൻസർ നോക്കുമ്പോൾ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് നൽകിയിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ IP54 വാട്ടർ റേറ്റിംഗ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ മെമ്മറി കാർഡ് സ്ലോട്ടും സിം കാർഡ് സ്ലോട്ടും ഇത് നൽകിയിട്ടുണ്ട്. എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റെയിൻ വാട്ടർ ഡ്രോപ്പ് എന്ന ഒരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതും വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് VC കൂളിംഗ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. ഫോൺ ഹീറ്റിംഗ് ഇഷ്യൂ തടയാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സപ്പോർട്ട് ഈ ഫോൺ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിയർ ക്യാമറ അതുപോലെ തന്നെ ബാക്ക് ക്യാമറ നിങ്ങൾക്ക് 4K 30 FPS ഒരു വീഡിയോ ഷൂട്ടിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ബാക്ക് ക്യാമറ നോക്കുമ്പോൾ 1080p വരെയുള്ള വീഡിയോ റെക്കോർഡിങ് നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് 45 മിനിറ്റ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയതുകൊണ്ട് 55-60 മിനിറ്റിനുള്ളിൽ തന്നെ ഫോൺ 0 to 100% വരെ സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ Android 14 ഇഷ്ടമായിട്ടുള്ള Realme UI ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ 6GB 128GB സ്റ്റോറേജ് എന്നുള്ള വേരിയൻറ്റിന് 10999 രൂപയും 8GB RAM 256GB സ്റ്റോറേജ് എന്നുള്ളത് 18999 രൂപയാണ്. സോ Realme P1 5G എന്നീ ഫോണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ച ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ തന്നെ പറയാൻ സാധിക്കുന്നതാണ്. കാരണം ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ AMOLED സ്ക്രീൻ വരുന്നുള്ളതാണ് ഈ 10000 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ വളരെ നല്ല മികച്ചൊരു പ്രൊസസ്സറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 5000 mAh ബാറ്ററിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടമല്ല ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ Realme P1 5G എന്ന ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
തുടർന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പുതിയ ടെക്നോളജി വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.